ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് ഒരു ചെക്കോട്ട ഓഫ് വൈറ്റ് ചെക്കോട്ട സാരിയിൽ ഈ ഒരു ഡിസൈനിങ് ആണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചധികം കളേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഡിസൈനിങ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ലീവ്സ് എല്ലാം സ്റ്റെം തയ്ക്കാനായിട്ട് നമ്മൾ ഈ ഒരു ലൈറ്റ് ഒലീവ് ഗ്രീൻ 281 കളർ ത്രെഡാണ് പിന്നെ എടുക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഫ്ലവറിൻ്റെ സെൻറ്ററിൽ തയ്ക്കാനായിട്ട് ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡ്, ലെമൺ യെല്ലോനേക്കാളും ലൈറ്റായിട്ടൊരു യെല്ലോ ഷെയ്ഡാണ്. പിന്നെ നമുക്ക് ഫ്ലവർ തയ്ക്കാനായിട്ട് 2 കളേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. രണ്ടും ഒരു ഡാർക്കർ ഷെയ്ഡ് പീച്ചും ലൈറ്റർ ഷെയ്ഡ് പീച്ചും, ഈ 2 കളേഴ്സാണ് നമ്മൾ ഫ്ലവർ തയ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ലീവ്സ് തയ്ക്കാനായിട്ട് നമ്മൾ പേൾ കോട്ടൺ ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. ഡബിൾ ഷെയ്ഡ് പേൾ കോട്ടൺ ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫ്ലവറും അതുപോലെ തന്നെ ഫ്ലവർ ഫുള്ളും തയ്ക്കുന്നത് 6 സ്ട്രാൻഡ്സ് ഇട്ടിട്ടാണ് തയ്ക്കുന്നത്. സ്റ്റെം തയ്ക്കുന്നത് 3 സ്ട്രാൻഡ്സും. ലീവ്സ് തയ്ക്കുന്ന പേൾ കോട്ടൺ ത്രെഡ് ആയതുകൊണ്ട് അത് ഒരു സ്ട്രാൻഡ്, സിംഗിൾ സ്ട്രാൻഡ് എടുത്തിട്ട് ഒറ്റയ്ക്ക് അത് കിട്ടുന്ന പോലെ ഇരിക്കുന്ന മാതിരി തന്നെ എടുത്ത് നമ്മൾ ഉപയോഗിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ലീവ്സ് തയ്ച്ചെടുക്കാം. ഇതിപ്പോൾ നമുക്ക് ലീവ്സ് ഞാനിവിടെ തയ്ക്കുന്നത് ഫിഷ് ബോൺ വെച്ചിട്ടാണ്. ഫിഷ് ബോൺ തയ്ക്കുമ്പോൾ തന്നെ പല രീതിയിൽ ഫിഷ് ബോൺ നമുക്ക് തയ്ക്കാം. അകത്തി തയ്ക്കാം, അടുപ്പിച്ച് തയ്ക്കാം, അതല്ല കുറച്ച് അകലത്തിൽ തയ്ക്കാം. അങ്ങനെ പല രീതിയിൽ തന്നെ നമുക്ക് തയ്ക്കാം. നോട്ട് ഇടുന്നത് ചിലവർ ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് നോട്ട് ഇടുന്നതെന്ന്. ഞാൻ നോട്ട് ഇടുന്നത് ഇങ്ങനെ ത്രെഡ് എടുത്തിട്ട് ഈ ഒരു ഫിംഗറിൽ കൂടെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ പിരിച്ചെടുത്തിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നോട്ട് വരും. ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. പല രീതിയിലും നമുക്ക് നോട്ടിടാം. ഞാൻ എപ്പോഴും എടുക്കുന്നത് ആ ഒരു രീതിയിലാണ്. അപ്പോൾ കുഞ്ഞൊരു നോട്ട് ഇട്ടിട്ടുണ്ട്. ആ നോട്ട് ഇട്ടിട്ട് നമ്മൾ ഇനിയിപ്പോൾ ഈ ഒരു ഫ്ലവറാണ്, ലീഫാണ് നമ്മൾ ആദ്യം തയ്ക്കുന്നത്. അപ്പോൾ ഇത് തയ്ക്കുമ്പോൾ സെൻറ്ററിൽ നിന്ന്, അപ്പോൾ ഈ ഫിഷ് ബോൺ ഫ്ലൈ സ്റ്റിച്ച് അങ്ങനെയൊക്കെ തയ്ക്കുമ്പോൾ നമ്മൾ സെൻറ്ററിലത്തെ ലൈൻ കൊടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അപ്പോൾ വൃത്തിക്ക് കിട്ടും നമുക്ക്. അപ്പോൾ എന്തോരം ലെങ്ത്ത് വേണം, കുഞ്ഞത് വേണമെങ്കിൽ കുഞ്ഞതാക്കാം. നല്ല വി ഷേപ്പിൽ വരണ്ടേ, ലീഫിൻ്റെ ആ ഇത് വരണ്ടേന്നുണ്ടെങ്കിൽ കുറച്ച് താത്തി എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ ഒത്തിരി അങ്ങ് താത്തുന്നില്ല, അത് ഈ ഒരു ഡിസ്റ്റൻസാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് തന്നെ ഇങ്ങോട്ടേക്ക് ഞാൻ എൻ്റെ ഈ ഒരു ലീഫ് ഞാൻ ഇന്ന് ഡിസൈൻ ചെയ്യുന്ന പാറ്റേണിൽ ലീഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടൈറ്റ്ലി പാക്ഡ് അല്ല, കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി ഇങ്ങോട്ടേക്ക് സെൻറ്ററിൽ നിന്ന് തന്നെ ഇപ്പുറത്തെ സൈഡിലോട്ട്, അപ്പോൾ ഇത്തിരി ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഞാൻ തയ്ക്കുന്നത്. ഇനി നെക്സ്റ്റ് പോയിൻറ്റ് ഇവിടെ നിന്ന് ഈ പോയിൻറ്റിൽ നിന്ന് ഇപ്പുറത്തെ സൈഡിലോട്ട്, അപ്പോൾ ഞാൻ ഗ്യാപ്പ് ഇടുന്നത് നിങ്ങൾക്ക് കാണാമായിരിക്കും. ഇത്തിരി ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഒത്തിരി അടുപ്പിച്ചാണെങ്കിൽ ഇതുപോലെ തൊട്ടടുത്തടുത്ത് കുത്തണം. ഞാൻ കുറച്ച് അകത്തിയാണ് കുത്തുന്നത്. ഈ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ എടുക്കുകയാണ്. പിന്നെ ഈ സെയിം ഹോളിൽ നിന്ന് തന്നെ ഇപ്പുറത്തോട്ട് അവിടെയും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. ഒത്തിരി ഡിസ്റ്റൻസ് ഇല്ലാതാനും കുറച്ച് വിട്ട് ആണ് ഞാൻ തയ്ക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മളിവിടെ ലീഫ് തയ്ച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ വി പോലെയായിട്ട് നമ്മൾ തയ്ച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പുറത്തെ ഡയറക്ഷനിലും ഇപ്പുറത്തെ ഡയറക്ഷനിലുമായിട്ട്. അപ്പോൾ അത് നല്ല കൃത്യം പോയിൻ്റ് തന്നെ എടുത്ത് ചെയ്യുവാണെങ്കിൽ നല്ലൊരു പാർട്ടീഷൻ കിട്ടി, നല്ല ലീഫൊക്കെ തയ്ച്ചാൽ ഫിഷ് ബോൺ വെച്ച് തയ്ച്ചാൽ നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് വൃത്തിയായിട്ട് എടുക്കാൻ പറ്റും. പക്ഷേ കുത്തുന്നത് എപ്പോഴും സെൻറ്റർ പോയിൻ്റ് സെയിം ആവാൻ ശ്രദ്ധിക്കുക, എന്നാലാണ് ആ ഒരു പാർട്ടീഷൻ നേരെയായിട്ട് വരത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ ലീഫ് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ലീഫ് ഇതുവരെ ഫിഷ് ബോൺ വെച്ച് തയ്ച്ചിട്ടുണ്ട്. അത് ഡബിൾ ഷെയ്ഡ് ആയതുകൊണ്ട് ഷെയ്ഡ് വ്യത്യാസമായിട്ട് വരുന്നത് കാണാം. അത് നല്ലൊരു ഭംഗിയാണ്. എപ്പോഴും ലീവ്സിനൊക്കെ ഡബിൾ ഷെയ്ഡ് കൊടുത്താൽ കുറച്ചും കൂടെ ഭംഗി നമുക്ക് കിട്ടും. ഇനി നമ്മൾ ഈ ഫ്ലവറാണ് തയ്ക്കുന്നത്. ഫ്ലവർ നമുക്ക് അറിയാവുന്ന സ്റ്റിച്ചസൊക്കെയാണ്. കുറച്ചൊന്ന് അറിയാവുന്ന സ്റ്റിച്ചസ് 2-3 കമ്പൈൻ ചെയ്യണു എന്നേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ ഈ ഒരു പെറ്റലാണ് തയ്ക്കുന്നത്. അത് 6 സ്ട്രാൻഡ്സ് ആയിട്ട് ഡാർക്കർ ഷെയ്ഡ് പീച്ചാണ് എടുത്തിരിക്കുന്നത്. സെൻറ്റർ പോയിൻറ്റിൽ നിന്ന് നമ്മൾ ടിപ്പിലോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാണ്. അപ്പോൾ സെൻറ്ററിൽ നിന്ന് ടിപ്പിൻ്റെ സെൻറ്ററിലോട്ട്, ഇവിടെ സെൻറ്റർ പോയിൻറ്റിലോട്ട് നമ്മൾ താത്തുകയാണ്. വീണ്ടും ആ സെയിം പോയിൻറ്റിൽ കൂടെ തന്നെ നമ്മൾ എടുക്കുക. സെയിം പോയിൻറ്റിൽ തന്നെ എടുക്കുക. സെയിം പോയിൻറ്റിൽ എടുത്തില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. സെയിം പോയിൻറ്റിൽ നിന്ന് എടുത്തിട്ട് വീണ്ടും ഇവിടെ തന്നെ ഈ സെയിം പോയിൻറ്റിൽ തന്നെ താത്തുക, സെയിം ഹോളിൽ തന്നെ. ഇങ്ങനെ 2 ലൈൻ നമ്മളിപ്പോൾ തയ്ച്ചു വെച്ചിട്ടുണ്ട്. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ. ഞാൻ സെൻറ്ററിൽ നിന്നാണ് താഴത്തു നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്.
താഴത്തുനിന്ന് നമ്മൾ സൈഡിൽ ഏത് താഴത്തിൻ്റെ ഈ സൈഡിൽ വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഈ സൈഡിൽ എടുക്കാം. നമുക്ക് ഏതാണ് കംഫർട്ടബിൾ, നമ്മുടെ തയ്ക്കാനുള്ള വശമുള്ളതെന്ന് വെച്ചാൽ ആ സൈഡിൽ നമ്മൾ കുത്തിപ്പൊക്കുക. എനിക്ക് ഈ ഒരു സൈഡാണ് വശം, അതുകൊണ്ട് ഞാൻ ഈ സൈഡിലാണ് എടുത്തെടുക്കുന്നത്. ഇവിടെ കുത്തിയെടുത്തിട്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ബട്ടൺ ഹോൾ ബാർ സ്റ്റിച്ചാണ് നമ്മൾ തയ്ക്കുന്നത്. ഈ ഒരു ത്രെഡിൻ്റെ താഴത്തേക്കൂടെ, ഈ ത്രെഡിൻ്റെ ഇടയിൽ കൂടെ മാത്രം 2 ത്രെഡ് ഉണ്ടല്ലോ, അതിലത്തെ ഒരു ത്രെഡിൻ്റെ താഴത്തേക്കൂടെ ഇങ്ങനെ നമ്മൾ ബട്ടൺ ഹോൾ ബാർ സ്റ്റിച്ച് തയ്ക്കുക. ഇങ്ങനെ അത് നല്ല ടൈറ്റായിട്ട് തന്നെ തയ്ച്ചോളൂ, നല്ല വലിച്ചെടുത്തോളൂ. ഈ ഫുൾ ബാറും നമ്മൾ ഇതുപോലെ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് അല്ലെങ്കിൽ ബട്ടൺ ഹോൾ തയ്ക്കുകയാണ്. ബട്ടൺ ഹോൾ സ്റ്റിച്ച് തയ്ക്കണം. ഇതുപോലെ അടുപ്പിച്ചടുപ്പിച്ച് നല്ലോണം ടൈറ്റായിട്ട് തന്നെ ചെയ്യുക. ഞാനൊന്ന് ഫ്രെയിം തിരിക്കുകയാണ് എൻ്റെ ഒരു വശത്തിന്. ഇത്തിരി നീളത്തിലെന്ന് വെച്ചാൽ എൻ്റെ പെറ്റലിൻ്റെ സൈസ് ഇത്തിരി വലുതാണ്, അതുകൊണ്ട് ത്രെഡ് കുറച്ച് അധികം എടുക്കും. അപ്പം ഈ ഒരു പെറ്റൽ തയ്ച്ച് തീർക്കാനുള്ള ത്രെഡ് എപ്പോഴും കയ്യിൽ കരുതിയിട്ട് വേണം തയ്ക്കാൻ തുടങ്ങുക. ഇൻ ബിറ്റ്വീൻ തീർന്നെന്ന് വെച്ച് കുഴപ്പമില്ല, പിന്നെ ജോയിൻ ചെയ്യാൻ പോകണം. അതിലും ഭേദം ഇത്തിരി ലെങ്തി ആയിട്ട് ത്രെഡ് എടുത്ത് തയ്ക്കുന്നതാണ്. ഈ ഒരു പാറ്റേൺ തയ്ക്കുമ്പോൾ നമ്മളിവിടെ ഫ്രഞ്ച് നോട്ടും എല്ലാം 6 സ്ട്രാൻഡ്സിലാണ്. അപ്പോൾ യൂസേജ് ഓഫ് ത്രെഡ് കുറച്ച് കൂടുതലായിരിക്കും ഈ ഒരു പാറ്റേൺ, ഈ ഒരു ടൈപ്പ് ഓഫ് സ്റ്റിച്ചിങ്ങിന്. അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡിലത്തെ നമ്മൾ ത്രെഡ് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ബട്ടൺ ഹോൾ തയ്ച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ഇപ്പുറത്തോട്ട് ഇവിടെ താത്തനില്ല, കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പുറത്തോട്ട് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. താത്തിയാൽ അവിടെ ഒരു സെപ്പറേഷൻ വരും. ഇപ്പോൾ താത്താണ്ട് തന്നെ ഇങ്ങനെ കണ്ടിന്യൂ അപ്പുറത്തെ ത്രെഡിലോട്ട് നമ്മൾ കയറുകയാണ്. ഇനി ഈ സൈഡ് നമ്മൾ ലാസ്റ്റ് വരെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം ഇത് ചെയ്തിട്ട് ആ എൻഡിങ് പോയിന്റിൽ നമ്മൾ താത്തിയിട്ട് ഇതിപ്പോൾ രണ്ടും ഇങ്ങനെ കൂടി ഒറ്റയായിട്ടിരിക്കുക. ഇനി നമ്മൾ ഈ ഒരു പെറ്റലിൻ്റെ ഷേപ്പിലോട്ട് ആക്കാൻ പോവുക. അത് ഇങ്ങനെ നമ്മൾ വലിച്ചു പിടിച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ സൈഡിൽ നമുക്ക് ഓരോന്നോരോന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കാം. ഞാനിപ്പം 6 സ്ട്രാൻഡ്സ് എടുത്തിട്ട് തന്നെയാണ് തയ്ക്കുന്നത്. അപ്പം നമുക്കുള്ള ഒരു കുഴപ്പം ഞാൻ പറഞ്ഞുതരാം. ഇത് നമ്മൾ ഇങ്ങനെ 6 സ്ട്രാൻഡ്സ് വെച്ച് തന്നെ ഉടക്കി വെക്കുകയാണെങ്കിൽ അതിന് നമ്മുടെ ഇതിൻ്റെ തടുപ്പൊന്ന് കാണാൻ പറ്റും. ഈ 6 സ്ട്രാൻഡ്സ് വെച്ച് ഉടക്കിയേക്കുന്നത് ഒറ്റ നോട്ടത്തിൽ നമുക്ക് കുറച്ച് കാണാൻ പറ്റും. അതേസമയത്ത് നമുക്ക് സമയമുണ്ട് എന്നുണ്ടെങ്കിൽ, കുറച്ചും കൂടെ ഭംഗിയാക്കണം എന്നുണ്ടെങ്കിൽ, ഇതിവിടെ താത്തി കെട്ടിട്ട് കഴിഞ്ഞിട്ട് പിന്നെ സിംഗിൾ സ്ട്രാൻഡ് അല്ലെങ്കിൽ 2 സ്ട്രാൻഡ്സ് ത്രെഡ് എടുത്തിട്ട് ഇതിൽ ഉടക്കി വെക്കുകയാണെങ്കിൽ ഈ 6 സ്ട്രാൻഡ്സ് വെച്ച് ചെയ്യണ മാതിരി ആ ഒരു തടുപ്പ് കിട്ടില്ല. തീരെ തിൻ ത്രെഡ് എടുത്ത് ഉടക്കി വെച്ചാലും മതി. അന്നേരം ഇരട്ടിപ്പണിയാണ്, അത് വേറൊരു കാര്യം. അതല്ല, ഞാൻ 2 രീതിയും എൻ്റെ 2 സൈഡും ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. 2 സൈഡിലും ഈ 2 മെത്തേഡിലും നമുക്ക് തയ്ക്കാവുന്നതാണ്. ഇതുപോലെ ഒന്ന് ഉടക്കി വെക്കുക. നമുക്ക് ഈ പെറ്റലിൻ്റെ ഷേപ്പ് എങ്ങനെയാണ് വേണ്ടത് ആ ഒരു ഷേപ്പിലാക്കിയിട്ട് ഉടക്കി വെച്ചാൽ മതി. 2 സൈഡും ഇതുവരെ ഉടക്കി വയ്ക്കുക. സെൻറ്റർ പോയിൻറ്റിലൊന്ന് ഉടക്കി വയ്ക്കണം. ടിപ്പിൽ ഏറ്റവും മേളിൽ ഒന്ന് ഉടക്കി വെച്ചോളണം. ഇപ്പോൾ ഇപ്പുറത്തെ സൈഡിലും ഇതുപോലെ തന്നെ ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് പിടിപ്പിക്കുക. അപ്പം നമ്മുടെ ഒരു പെറ്റലിൻ്റെ ഷേപ്പിലോട്ട് ഇത് വരും. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫില്ല് ചെയ്യാം. ഇപ്പം നമ്മൾ ഈ ഒരു പെറ്റൽ തയ്ച്ചു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഇതിവിടെ ഇങ്ങനെ പിടിപ്പിച്ചേക്കണ കാണാം. അത് തീരെ കുഞ്ഞിതാക്കണം എന്നുണ്ടെങ്കിലാണ് ഞാൻ പറഞ്ഞത്
2 സ്റ്റാൻഡ്സ് അല്ലെങ്കിൽ 1 സ്റ്റാൻഡ് ഇട്ട് തയ്ക്കാം. അപ്പോൾ ഒട്ടും അറിയില്ലാത്ത അവസ്ഥയിൽ ഇതല്ലെങ്കിലും നമ്മൾ ഉടുക്കുമ്പോൾ ഒറ്റ നോട്ടത്തിൽ ദൂരത്തു നിന്ന് കാണുമ്പോൾ ഒന്നും മനസ്സിലാവില്ല. നമ്മൾ എടുത്ത് ഇപ്പം ഞാൻ സൂം ചെയ്ത് നിങ്ങളെ കാണിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ ഇത് കാണുന്നത്. അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. സെയിം ത്രെഡ് ഇട്ട് തന്നെ തയ്ച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ഫില്ലിങ് വേണമെങ്കിലും ചെയ്യാം. സാറ്റിൻ സ്റ്റിച്ച് ചെയ്യാം, ലോങ് ആൻഡ് ഷോർട്ട് വെച്ച് 2 മൾട്ടിപ്പിൾ ത്രെഡ്സ് വെച്ചിട്ട് തയ്ക്കാം. അതല്ല ബൂളിയൻ നോട്ട് ചെയ്ത് ലോങ് ബൂളിയൻ നോട്ട് അങ്ങനെ ഫില്ല് ചെയ്യാം, ചെക്കായിട്ട് അങ്ങനെ ഫില്ല് ചെയ്യാം. ഏത് രീതിയിൽ വേണമെങ്കിലും ഈ ഫ്ലവറിൻ്റെ ഉള്ളിൽ നമുക്ക് ഫില്ല് ചെയ്യാം. ഇതിനൊരു കളർ കോമ്പിനേഷൻസ് നല്ലത് കൊടുക്കുക എന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ഫില്ല് ചെയ്യണത് ഇതിൻ്റെ തന്നെ ലൈറ്റർ ഷെയ്ഡ്, നല്ലൊരു ലൈറ്റർ ഷെയ്ഡ് യൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഫില്ല് ചെയ്യണത് ഫ്രഞ്ച് നോട്ട് വെച്ചിട്ടാണ്. ഫ്രഞ്ച് നോട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഭയങ്കര ടൈറ്റായിട്ടല്ല ഫ്രഞ്ച് നോട്ടും എന്നാൽ ലൂസ് റിംഗ് നോട്ടും അല്ലാത്ത രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത്തിരി ലൂസായിട്ട് തന്നെയാണ് ചെയ്യുന്നത്, ടൈറ്റ് ചെയ്തിട്ടല്ല. അപ്പോൾ ഇച്ചിരി അഴഞ്ഞിരിക്കും. ആ ഒരു ഭാഗത്തിലാണ് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഫ്രഞ്ച് നോട്ട് ചെയ്യുന്നത്. അത് അടുപ്പിച്ചടുപ്പിച്ച് സ്പേസ് ഒന്നും കാണാണ്ട് ഈ സാരിയുടെ കളർ കാണാണ്ടുള്ള രീതിയിൽ നമ്മൾ ഫ്രഞ്ച് നോട്ട് കൊടുക്കുക. രണ്ട് ചുറ്റിയിട്ടാണ് ഞാൻ ഫ്രഞ്ച് നോട്ട് ചെയ്യുന്നത്. ഒരു ചുറ്റിയിലായാലും കുഴപ്പമില്ല. അപ്പം അധികം അങ്ങ് പുറത്തോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കത്തില്ല. ഇത് 2 ചുറ്റിലായതുകൊണ്ട് നല്ലോണം പ്രൊജക്റ്റ് ചെയ്താണ് നിൽക്കുന്നത്. ചെക്കോട്ടയിൽ ഫ്രഞ്ച് നോട്ട് ചെയ്യുമ്പോൾ വലിക്കുന്നത് സൂക്ഷിക്കണം. ഇല്ലെങ്കിൽ ആ ഹോളിൽ കൂടെ തന്നെ പുറത്തോട്ട് മുറുക്കെ വലിക്കുവാണെങ്കിൽ താഴത്തോട്ട് ഇറങ്ങിപ്പോകും. അപ്പോൾ അവിടെ ഒരു തുണിയിലും ഒരു ഹോള് വരും, നമുക്ക് തയ്ക്കാൻ ബുദ്ധിമുട്ടാവും. പിന്നെ അപ്പോൾ ഇതുപോലെ നമുക്ക് ഫ്രഞ്ച് നോട്ട് ചെയ്ത് ഈ ഒരു പെറ്റൽ ഫില്ല് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ബാക്കിയത്തെ പെറ്റൽസും ഫില്ല് ചെയ്തെടുക്കണം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു പെറ്റൽ തയ്ക്കുന്നത്. ആദ്യം ബട്ടൺ ഹോൾ ബാർ സ്റ്റിച്ച് വെച്ച് 2 സൈഡും നമ്മൾ ഫില്ല് ചെയ്യും, എന്നിട്ടാണ് ഉള്ളിലത്തെ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തയ്ച്ചെടുക്കുക ബാക്കിയുള്ള പെറ്റൽസ് എല്ലാം. എന്നിട്ട് സെൻറ്ററിൽ യെല്ലോ കളർ ത്രെഡും കൊണ്ട് ഫ്രഞ്ച് നോട്ടും പിന്നെ ഇവിടെ സ്റ്റെം സ്റ്റിച്ചുമാണ് തയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെ തയ്ച്ച് തീർത്ത ഒരു ഫ്ലവർ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫുള്ളും തയ്ച്ച് കഴിയുമ്പം ഈ ഒരു പാറ്റേൺ ഇരിക്കുന്നത്. ഇങ്ങനത്തെ ഈ ഒരു പാറ്റേൺ ഫുള്ളായിട്ട് തയ്ച്ച് കഴിയുമ്പം ഇതുപോലെയാണ് ഇരിക്കുന്നത്. ഇപ്പം ഇതിൻ്റെ അകത്ത് കുറച്ചും കൂടെ ഇതിപ്പോൾ ഞാൻ വളരെ സറ്റിലായിട്ടുള്ള കളർ കോമ്പിനേഷനാണ്, ഒട്ടും തെറിച്ച് നിൽക്കുന്ന ഒരു കളർ കോമ്പിനേഷൻ അല്ല എടുത്തിരിക്കുന്നത്. ലീവ്സിൻ്റെ കളറായാലും അതുപോലെ തന്നെ ഫ്ലവറിൻ്റെ കളറായാലും വളരെ ഒട്ടും തന്നെ തെറിച്ച് നിൽക്കത്തില്ല. പ്രായമായവർക്കൊക്കെ നല്ലോണം ഉടുക്കാൻ പറ്റിയൊരു കളർ കോമ്പിനേഷനാണിത്. ഇങ്ങനെയാണ് ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത്ര സിമ്പിളാണെന്ന് വെച്ചാൽ ചെയ്യാൻ സിമ്പിളാണ്, പക്ഷെ തയ്ച്ചെടുക്കാൻ നമ്മൾ കുറച്ച് സമയം എടുക്കും. ആക്ച്വലി ഈ ബട്ടൺ ഹോൾ ബാർ സ്റ്റിച്ച് തയ്ച്ച് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ത്രെഡ് എടുത്ത് ഇതിങ്ങനെയൊക്കെ തയ്ക്കാൻ കുറച്ച് സമയം എടുക്കും എന്നേ ഉള്ളൂ. പക്ഷേ സിമ്പിളായിട്ടുള്ള ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈനിങ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഡിസൈനിങ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.